നമസ്കാരം. എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ഖേദപ്രകടനമായിട്ട് മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു. എല്ലാവരും കേട്ടുകാണും. മോഹൻലാൽ പങ്കുവെച്ച കുറിപ്പ് പൃഥ്വിരാജുമൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ മുരളി ഗോപി ഇതുവരെ അതിന് ഖേദപ്രകടനം നടത്തിയിട്ടേയില്ല. മോഹൻലാലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് പോലുമില്ല അദ്ദേഹം. മുരളി ഗോപിയുടെ നിലപാടിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ്. മോഹൻലാൽ ഖേദപ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് നിന്ന് ഖേദപ്രകടനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് മോഹൻലാലിൻ്റെ കുറിപ്പ് പൃഥ്വിരാജ് പങ്കുവച്ചപ്പോൾ ഉയർന്ന പ്രതികരണങ്ങൾ വരുന്നത്. നിലപാട് പറയുന്ന പൃഥ്വിരാജ് പോലും മുട്ടുകുത്തി മുട്ടുകുത്തിയിടത്ത് മുരളി ഗോപി എടുത്ത നിലപാട് എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടും മാതൃകയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. നിലപാട് അത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. മടിയിൽ കനമില്ലാത്തവൻ എന്ത് പേടിക്കാൻ? ഗോപിച്ചേട്ടൻ്റെ മകൻ തന്തയ്ക്ക് പിറന്നവൻ. അതാണ് ഭരത് ഗോപി. നല്ലൊരു നടനായിരുന്നു എന്നതിനേക്കാളേറെ നല്ലൊരു അച്ഛനായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. അതാണ് ചങ്കൂറ്റം. അതാണ് അദ്ദേഹം കാണിച്ചത്. മോഹൻലാലിന് ഇല്ലാതെ പോയതും അതാണ്. മോഹൻലാൽ ഒരു പരാജയമാണ് എന്ന് മനസ്സിലായി. മോഹൻലാൽ ഒരു മാപ്പ് പറഞ്ഞു. ഇതുകൊണ്ട് സംഭവിച്ചത് എന്താ? പൃഥ്വിരാജ് മോശക്കാരനായി, മുരളി ഗോപി മോശക്കാരനായി. അതുകൊണ്ടായിരിക്കും മുരളി ഗോപി ഇത്തരത്തിലുള്ള പോസ്റ്റ് പോലും ഷെയർ ചെയ്യാത്തത്. കാരണം ഇവിടെ തെറ്റ് എന്നത് എന്താ സംഭവിച്ചത്? ഉള്ള കാര്യം സിനിമയിൽ ചെയ്തു. അതുകൊണ്ടായിരിക്കും മുരളി ഗോപി മാപ്പ് എന്ന് പറയപ്പെടുന്നത് പറയാത്തത് തന്നെ. തൻ്റെ വീടിൻ്റെ ചുവരിൽ ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടമേ ഉള്ളൂ, എൻ്റെ തന്തയുടെ. മാപ്പ് ജയൻ പറയൂല. അഴിയെങ്കിൽ അഴി, കയറെങ്കിൽ കയർ എന്നെഴുതിയ ആൾ മാപ്പ് പറയില്ല. ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് മുരളി ഗോപിയുടെ ഭാഗം. ഇനി മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട് ഇതിനോടൊപ്പം. അത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എമ്പുരാൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഇങ്ങനെ ശക്തമാകുന്നതിനിടെ പ്രതികരണങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. സൗമ്യ സാമാന്യ ബോധമുള്ള ഒരു മലയാളി എന്ന നിലയിൽ തനിക്ക് തോന്നിയ ചില സംശയങ്ങൾ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ സൗമ്യ സരിൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് വെച്ചു. ഡോക്ടർ സൗമ്യ സരിൻ പങ്കുവച്ച കുറിപ്പ് എന്ന് പറയപ്പെടുന്നത് എന്താ? സാമാന്യ ബോധമുള്ള ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ചില സംശയങ്ങളുണ്ട്, അത് ചോദിക്കട്ടെ എന്ന്. അവരൊന്നാമതായി ചോദിച്ചു, വർഷങ്ങളെടുത്ത് ഷൂട്ട് ചെയ്ത് ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തമുണ്ടായ ഒരു പ്രോജക്റ്റ്, അതിൻ്റെ ഇതിവൃത്തം ഇന്നതാണ് എന്ന് അറിയാതെയാണോ അതിൽ പങ്കാളികളായവർ പ്രവർത്തിച്ചത് എന്നുള്ളത് ഒരു ചോദ്യം. ഈ സിനിമയുടെ വിഷയം ഇതാണ് എന്ന് ഇതുവരെയും ആരും അറിഞ്ഞില്ലെന്നാണോ? പ്രത്യേകിച്ച് ഇത്രയും ആളും അധികാരവുമുള്ള ഭരണ പാർട്ടി. ഇനി മറ്റൊന്ന്, ഈ വിഷയം തിരഞ്ഞെടുത്ത് സിനിമ പിടിച്ചവരുണ്ടല്ലോ, അതിൽ ഭാഗമായ ഓരോരുത്തരും ഇത് റിലീസായ ശേഷം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകാം എന്ന് മുൻകൂട്ടി കണ്ടില്ല എന്ന് വേണമോ നടിക്കേണ്ടത്? അതിനെ എങ്ങനെ നേരിടണമെന്നതിന് ഒരു കൂട്ടായ തീരുമാനം എടുത്തില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു തയ്യാറെടുപ്പ് നടത്തിയില്ലെന്നാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി മൂന്നാമതായിട്ട്, ഇത്രയ്ക്കും നിഷ്കളങ്കരാണോ ഇങ്ങനെ ഒരു വിവാദ വിഷയം കൈകാര്യം ചെയ്യുന്ന സിനിമ ജനങ്ങളിലേക്ക് എത്തിച്ചത്? സത്യത്തിൽ സൗമ്യ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, സത്യമായും കിട്ടുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഇതിൻ്റെ പുറകിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മലയാളിയുടെ സാമാന്യമായിട്ടുള്ള ബുദ്ധിയെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തുന്ന മറ്റെന്തോ ഒന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. അതെന്താണ് എന്ന് കാലം തെളിയിക്കും. ലോകം ഇത്രയും നിഷ്കളങ്കമാണ് എന്ന് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ മലയാളികളെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനോട് മലയാളി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോഹൻലാൽ വച്ച കുറിപ്പ്, മാപ്പ് പറഞ്ഞ കുറിപ്പ്, ആ പോസ്റ്റ് ഷെയർ ചെയ്യാതെ മാറി നിൽക്കുന്ന മുരളി ഗോപിയുടെ നിലപാട് വ്യത്യസ്തമാണ്. ഞാനും ആദ്യം കരുതിയിരുന്നു പൃഥ്വിരാജും മാപ്പ് പറയാൻ വരില്ല എന്ന്. മുരളി ഗോപി എന്തായാലും നിലപാട് ഇന്നുവരെ തിരുത്തിയിട്ടില്ല. ഇന്നുവരെ തിരുത്താത്ത സാഹചര്യത്തിൽ ഇനിയോട്ട് തിരുത്താനും പോകുന്നില്ല. കാരണം റീ എഡിറ്റ് ചെയ്തവർ ആ സിനിമയുമായി ഇന്ന് വൈകുന്നേരം തിയേറ്ററുകളിലേക്ക് എത്തും. ആ റീ എഡിറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് അതിന് തല കുനിഞ്ഞു കൊടുത്തവർ, അതായത് ഗോകുലം ഗോപാലിന് മുമ്പിൽ തളർന്നിരുന്നു പോയവർ, ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു. നിങ്ങൾക്കൊരു നിലപാടുണ്ടാകണമായിരുന്നു. നിങ്ങൾക്കൊരു നിലപാടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആരും മാപ്പ് പറയില്ലായിരുന്നു. മാപ്പ് പറഞ്ഞ് ഒരു സമൂഹത്തെ, നിങ്ങളോടൊപ്പം നിന്നൊരു സമൂഹത്തെ ഇങ്ങനെ വേദനിപ്പിക്കില്ലായിരുന്നു. മറ്റുള്ളവരുടെ വേദന മാത്രം കാണാൻ മോഹൻലാലിന് കഴിയുന്നുണ്ട് എങ്കിൽ കൂടെ നിൽക്കുന്നവരുടെ വേദന കാണാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി പൃഥ്വിരാജിനെ പോലൊരു നടൻ, ഒരു സംവിധായകൻ, നിലപാടുകളുള്ള വ്യക്തി, എപ്പോഴും നിലപാടുകളെ കുറിച്ച് ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തി, നിങ്ങളോട് ഇഷ്ടമാണ് പലപ്പോഴും ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും. പക്ഷേ
നിങ്ങളിപ്പോൾ എടുത്ത ഈ നിലപാടില്ലായ്മ അതിനെ ശക്തമായി എതിർക്കുന്നു. മുരളി ഗോപിക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഭരത് ഗോപിയുടെ മകൻ നട്ടലുള്ളവൻ തന്നെയെന്ന് വീണ്ടും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നിലപാടുകളിൽ നിന്ന് മാറ്റമില്ലാതെ നിൽക്കുന്ന മുരളി ഗോപിക്കാകട്ടെ ഒരു ബിഗ് സല്യൂട്ട്.